പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പൗലോസ് ബർന്നബാസിനോട് കൂടെ പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു പോന്നു. ധാരാളം ആളുകൾ അവർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേൾക്കാനായിട്ട് വരുമായിരുന്നു. ധാരാളം ആളുകൾ വിശ്വാസം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം എതിരാളികളും ഉണ്ടായിരുന്നു. എതിരാളികളായിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ട് യഹൂദന്മാരായിരുന്നു. അവര് ജാതികളെ മുഴുവനും ഈ സുവിശേഷം പറയുന്ന അപ്പോസ്തലന്മാർക്ക് എതിരെ ആയിട്ട് ശത്രുത ഉളവാക്കി. അവര് ദേശത്തെ പ്രമാണികളെല്ലാം വിളിച്ചുകൂട്ടി അവരെ സ്വാധീനിച്ച് അവരെ തങ്ങളുടെ അതിർത്തികളിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. അങ്ങനെ ഈ ക്രിസ്ത്യൻ ജീവിതം അഥവാ സുവിശേഷം അറിയിക്കുക എന്നത് ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വളരെ സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല. വലിയ കെട്ടിടങ്ങളൊക്കെ പണിത് വലിയ ഉദ്യാനങ്ങളൊക്കെ തീർത്ത് ഈ ലോകത്തിൻ്റെ എല്ലാ സുഖലോലതയും അനുഭവിച്ച് വിലപിടിച്ചുള്ള വാഹനങ്ങളെല്ലാം സഞ്ചരിച്ച് ഇങ്ങനെ ആർഭാടത്തോട് നടന്ന് പറയുന്നതല്ല സുവിശേഷം. അത് ബൈബിളിലെ സുവിശേഷമല്ല. ഇങ്ങനെ സുവിശേഷം അറിയിച്ചപ്പോൾ ധാരാളം പ്രതികൂലങ്ങളുണ്ടെങ്കിലും അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 48-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിത്യജീവന് നിയോഗം ലഭിച്ചവർ വിശ്വാസം സ്വീകരിച്ചു. ഈ സുവിശേഷം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. എല്ലാവരും സുവിശേഷം അറിയിക്കും. പക്ഷെ ദൈവം നിത്യജീവനായി മുൻ നിയമിച്ചവരുണ്ട്. അവർ ഈ വചനം ഏറ്റെടുക്കും. അല്ലാത്തവർ വചനത്തെ നിഷേധിക്കുക മാത്രമല്ല, വചനം പറയുന്നവരെ ശക്തിയോടെ എതിർക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം പറയുന്നത് ഇതാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കഷ്ടതയെ ഒഴിവാക്കി തരാമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ല. യേശു വന്നത് അതിനൊന്നും വന്നതല്ലെന്നേ. നമ്മളെ ഈ ലോകത്തിലെ ഈ അല്പകാലത്തെ ജീവിതത്തിന് ശേഷം ഒരു ജീവിതം നിത്യതയിൽ പിതാവായ ദൈവത്തോടൊത്ത് ദൈവപുത്രന്മാരായി ജീവിക്കാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. നമ്മുടെ പാപത്തിന് കർത്താവ് പരിഹാരം ചെയ്തു. പിന്നീട് നാം ജനിക്കുമ്പോൾ തന്നെ ഭാവികളായിട്ടാണ് ജനിക്കുന്നത്. ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ വരെയുള്ള നമ്മുടെ സകല പാപത്തിന് യേശു പരിഹാരം ചെയ്തു. തുടർന്ന് നമുക്കൊരു കടമയുണ്ട്. ചുമ്മാ അനായാസം പോകുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ച് യേശുവിനെ അനുഗമിക്കാൻ നമ്മളെ പഠിപ്പിക്കും. ലോകത്തിൻ്റെ സുഖങ്ങളും ആഡംബരങ്ങളും എല്ലാം ഓരോ പടിപടിയായി ചിലപ്പോൾ നഷ്ടമായെന്ന് വരാം. എങ്കിലും ഓർക്കുക, ഏറ്റവും വിലയേറിയതൊന്ന് ദൈവം നമുക്ക് തരുന്നു. പരിശുദ്ധാത്മാവിനെ തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തരികയാണ്. ദൈവപുത്രന്മാരായി നമ്മൾ തീരുകയാണ്. തിമോത്തിയോസിൻ്റെ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. നിശ്ചയം, നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്, ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഈ ലേഖനങ്ങൾ, ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണ്.
പുതിയ നിയമ പുസ്തകത്തിൽ 27 പുസ്തകമുള്ളത് 14 പുസ്തകം പൗലോസിൻ്റെയാണ്, പകുതിയിലധികവും. പൗലോസ് ഈ ലേഖനങ്ങൾ എഴുതിയത് കൂടുതലും ജയിലിൽ കിടന്നുകൊണ്ടാണ്. പൗലോസ് അനുഭവിച്ച കഷ്ടത യേശു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ മനുഷ്യനായിട്ടുള്ളവരിൽ പൗലോസിനുള്ള കഷ്ടത അനുഭവിച്ചത് വേറെ ആരുമില്ല. അത്രയ്ക്കും ഇതിൽ നിന്നാണ് ഈ സുവിശേഷം വെളി വരുന്നത്. കഷ്ടതയില്ലാതെ സുഖലോലുപത എന്ന സുവിശേഷം വെളി വരികയില്ല. നമുക്ക് ബൈബിളിൽ നമുക്ക് ഇതുവരെ ലഭിച്ചത് ഏറ്റവും നല്ല വചനം സ്വർഗത്തിലെ ആ വെളിപ്പാട്. യോഹന്നാൻ 95-ാമത്തെ വയസ്സിൽ പത്മോസ് എന്ന കടലിൻ്റെ നടുവിലുള്ള ആ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന, ലോകത്തിലാർക്കും വർണ്ണിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത ഭയാനകമായ കഷ്ടതയുടെ ആ നടുവിൽ കിടന്നുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. കടലിൽ നിന്ന് കയറി വരുന്നതായ ധാരാളം വിഷപ്പാമ്പുകളും തേളുകളും ക്ഷുദ്രജീവികൾ, ഏത് സമയത്തും ഭീതിപ്പെടുത്തുന്ന കടലിൻ്റെ തിരമാലകൾ, ശബ്ദങ്ങൾ, കൊടുങ്കാറ്റിൻ്റെ ശബ്ദങ്ങൾ, ഇങ്ങനെ ഒരു എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ ഇറമ്പി മറിയുന്ന കടലല്ലാതെ വേറൊന്നും കാണാനില്ല, ആരും സഹായിക്കാനില്ല, നിലവിളിച്ചാൽ ആരും കേൾക്കാനില്ല. ആ സമയത്ത് ദൈവം തൻ്റെ കൺമണി പോലെ ഈ തൻ്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ച് സ്വർഗത്തിൻ്റെ വെളിപ്പാട് യോഹന്നാനെ കൊണ്ട് എഴുതിച്ചു. പൗലോസ് ഈ കഷ്ടതയൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഇന്നലെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയല്ലോ, പറഞ്ഞല്ലോ, പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്നു മരിച്ചു എന്ന് വിചാരിച്ച് അതിനെ വലിച്ചഴിച്ച് കൊണ്ട് എറിഞ്ഞു കളഞ്ഞതാ. ഇതൊന്നും അല്ല കേട്ടോ, അത് ഒരുപാട് കഷ്ടം അനുഭവിച്ചു. ആ പൗലോസിൻ്റെ ചുറ്റും ശിഷ്യന്മാർ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്നു. അവൻ പിന്നെയും മറ്റു പട്ടണങ്ങളിലൂടെ എല്ലാം പോയി സുവിശേഷം അറിയിച്ചു. വിശ്വാസം നിലനിൽക്കണമെന്നും അനേക ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാണെന്നും അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസം ഉറപ്പിച്ചു വന്നു. എന്നിട്ട് സഭകൾ തോറും പോയി ഓരോ സഭയ്ക്കിലും മൂപ്പന്മാരെ നിയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷ പറഞ്ഞ പാസ്റ്റർമാരെ നിയോഗിച്ചു. അവർക്ക് ജീവിക്കാനുള്ള വഴികളൊന്നും കാണിച്ചു കൊടുത്തോണ്ടൊന്നും അല്ല അവർ നിയോഗിച്ചത്. ഈ സഭ കൂടി വരവിൽ അവർക്ക് അധ്യക്ഷന്മാരായിട്ട് അവരെ നിയോഗിച്ചു. പ്രാർത്ഥിച്ചും ഉപവസിച്ചും അവരെ അതിന് വിശ്വസിച്ച ആൾക്കാരെ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവകരങ്ങളിൽ അവരെ ഫലമേൽപ്പിച്ചു. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ച് അവർ കടന്നുപോയി. പ്രിയമുള്ളവരെ, അനേകം സാക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിലും വിശ്വാസത്തിൽ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കി നമ്മൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു നടന്ന അതേ വഴിയോടെ നമ്മൾ നടക്കേണ്ടതാകുന്നു. ഏത് ഒറ്റപ്പെടലും പ്രതികൂലങ്ങളും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നിന്ദകളെ ഉപദ്രവങ്ങളും എന്തുണ്ടായാലും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നാലും പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നേറണം. യേശുവിനോട് കൂടെ യാത്ര ചെയ്ത് ഒരിക്കലും അവസാനിക്കാത്ത ആ ദൈവരാജ്യത്തിൽ പിതാവിൻ്റെ സന്നിധി ദൈവപുത്രന്മാരായി വാഴുവാനുള്ള മഹാഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.